ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വിഷു ആയ കാരണം നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കണി കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കണി കണ്ടതിന് ശേഷം ക്യാൻറ്റീനും കാണിച്ചിട്ടുണ്ടായിരുന്നു കണി. എല്ലാ പ്രാവശ്യവും കണി ടേബിളിൻ്റെ മുകളിൽ വെക്കാറുള്ളൂ, അപ്പോൾ ക്യാൻറ്റീനെ എടുത്തിട്ടാണ് കണി കാണിക്കാറ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ വിഷുക്കണി അമ്മ ഒരുക്കിയത്. അപ്പോൾ വിഷുക്കണി കണ്ടു കഴിഞ്ഞിട്ട് നല്ല ക്ഷീണമുള്ള കാരണം വീണ്ടും കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ രാവിലെ തന്നെ അമ്മ വിഷുക്കട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് മറ്റേ നൂലപ്പം മുട്ടക്കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതും കഴിച്ചു കുറച്ചെടുത്തിട്ട്. പിന്നെ വിഷു സദ്യ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള കറികളൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കുറച്ച് കറികൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കുന്നതിനൊപ്പം തന്നെ ക്യാൻറ്റീൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവനും കഴിച്ചു സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ക്ഷീണമായി. പക്ഷെ ഉറങ്ങിയൊന്നുമില്ല, വെറുതെ തേരാപ്പാരം നടന്നപ്പോഴാണ് മറ്റു പറമ്പിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് മൽബറി ചെടിയും അങ്ങനെ കുറേ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, കുറേയൊക്കെ റെഡ് കളറായി വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി ചേച്ചി വരുമ്പോൾ കുട്ടിക്കാലം ഒന്നിച്ച് ഞാൻ അവിടെ തന്നെ വെച്ച്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഇങ്ങനത്തെ ഒരു പൊട്ടറ്റോ റോൾസ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ആയപ്പോൾ ഞാൻ കമ്പത്തിരി ഉമ്മേശാപ്പും തലച്ചക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ പോയി കത്തിച്ചപ്പോൾ തലച്ചക്രം നല്ല ഭയങ്കര കത്തുന്നുണ്ടായിരുന്നു, ഞാൻ കത്തിച്ചപ്പോൾ തന്നെ സ്റ്റക്കായിട്ട് ഒരു സൈഡിലേക്ക് മാത്രം പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ വിഷു ദിവസത്തെ വിശേഷങ്ങൾ.